തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ നിലമേലിലെ 3 പേർ മരിച്ച സംഭവത്തിൽ ആരോപണമുയർന്ന അസ്മാക് ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അനധികൃതമായി. ഹോട്ടലിന് ലൈസൻസ് ഇല്ല, നഗരസഭയുടെ അനുമതിയില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ നിലമേലിൽ നിന്നുള്ള 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 24 ബിഗ് ബ്രേക്കിംഗ് വാർത്തയുമായി റിനു ശ്രീധർ തത്സമയം ചേരുന്നു. റിനു, ശരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ അപ്ഡേറ്റ്? ഗുഡ് മോർണിംഗ് SK. കഴിഞ്ഞ ദിവസമാണ് നിലമേൽ സ്വദേശികളായിട്ടുള്ള 2 പേർ വിഴിഞ്ഞത്ത് നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് മരിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അത് ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ളതാണ്. വിഴിഞ്ഞത്തെ അസ്മാക് എന്ന് പറയുന്ന മത്സ്യ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ആരോപണം ഉയരുന്നത്. എന്തായാലും നിലവിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരം ലഭിക്കുന്നതനുസരിച്ച് മാത്രമേ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണോ മരിച്ചത് എന്നുള്ളത് തീരുമാനിക്കും. എന്തായാലും ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അനധികൃതമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഷെഡിലാണ്, ബിൽഡിംഗ് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നഗരസഭ ഈ ഹോട്ടലിന് ലൈസൻസ് നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിരവധി തവണ ഈ ഹോട്ടലിന് നഗരസഭ ഇത് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഹോട്ടൽ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉടമകൾ ഒരു തരത്തിലും അത് അടച്ചുപൂട്ടുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിഴിഞ്ഞം പ്രദേശത്ത് ആകെ 14 ഹോട്ടലുകളാണ് ഈ മത്സ്യ വിഭവങ്ങൾ വിളമ്പുന്ന അതായി പ്രവർത്തിക്കുന്നത്. ഇതിൽ 12 ഹോട്ടലുകൾക്കും പ്രവർത്തന അനുമതിയില്ല. നഗരസഭയുടെ ലൈസൻസോ നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെ ലൈസൻസോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഈ ഹോട്ടൽ അധികൃതരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ ഭൂമിക്ക് പട്ടയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലൈസൻസ് ലഭിക്കാത്തത്. ഫുഡ് സേഫ്റ്റിയുടെ പേപ്പറുകളെല്ലാം തന്നെ ഉണ്ട്. സ്വാഭാവികമായി ഒരാൾക്ക് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഓൺലൈനിൽ 100 രൂപ അടച്ച് നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിന്റെ പരിശോധന നടത്തിയതിനു ശേഷമാണ് നഗരസഭ കൃത്യമായി ഇതിനൊരു അനുമതി നൽകുന്നത്. ആ അനുമതി വാങ്ങിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നഗരസഭ അറിയിക്കുന്നത് ഈ ഹോട്ടൽ അനധികൃതമായി തന്നെയാണ് വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്നത് എന്നാണ് SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.